إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله فاتقوا الله عباد الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ സ്തംഭങ്ങളായി സ്ഥാപിച്ച 5 സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ട അതിലഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ പരിശുദ്ധ ഹജ്ജ് കർമ്മം ഇൻഷാ അല്ലാഹ് ഹറമിൻ്റെ ഭൂമിയിൽ ഇന്ന് ആരംഭിക്കാനിരിക്കുകയാണ്. ലോകത്തെ നാനാദിക്കുകളിൽ നിന്നുമുള്ള ഹജ്ജ് ഉദ്ദേശിച്ച പരിശുദ്ധ ഹറമിലേക്ക് വന്നെത്തിയ മുസ്ലിമീങ്ങൾ അവരിന്ന് ഹജ്ജ് ആരംഭിക്കാനിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അവരവരുടെ നാടുകളിലുള്ള ഓരോ മുസ്ലിമീങ്ങളും ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത നാട്ടിൽ അവശേഷിക്കുന്ന മുസ്ലിമീങ്ങൾ ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരോടൊപ്പം ആ ഹജ്ജിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിൻ്റെ സാക്ഷാത്കാരങ്ങൾ അതോർക്കുകയും മനസ്സുകൊണ്ട് ആത്മീയമായി അവരോടൊപ്പം പങ്കുചേരുകയും ചെയ്യണം. പ്രത്യേകിച്ച് ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10ന്റെ ശ്രേഷ്ഠതകൾ അത് മനസ്സിലാക്കി സൽക്കർമ്മങ്ങളിൽ മുഴുകാനും അധികരിപ്പിക്കാനും നമ്മെ സഹായിക്കുന്ന ചില പാഠങ്ങൾ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഹജ്ജിലൂടെ ഒരു മുസ്ലിം അവൻ സാക്ഷാത്കരിക്കുന്ന ഒന്നാമത്തെ കാര്യം, പ്രഥമവും പ്രധാനവുമായ കാര്യം, ഹജ്ജിന്റെ സന്ദേശങ്ങളിൽ ആദ്യത്തെ കാര്യം, അടിസ്ഥാനപരമായ കാര്യം അല്ലാഹുവിനോടുള്ള തൗഹീദ് അത് സാക്ഷാത്കരിക്കുക എന്നതാണ്. തഹ്ഖീഖു തൗഹീദി ലില്ലാഹ്. ഹജ്ജിന്റെ ഓരോ നീക്കങ്ങളിലും ചലനങ്ങളിലും അത് പ്രകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്തിനാണോ സൃഷ്ടിച്ചത് അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ, ഇബാദത്തിന്റെ യാതൊരംശവും അല്ലാഹു അല്ലാത്ത ഒരാൾക്കും നൽകാതിരിക്കാൻ, ഈ സാക്ഷാത്കാരം, ഈ മഹത്തായ പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹജ്ജിന്റെ തൽബിയത്തിൽ തൗഹീദിന്റെ വിളംബരം പ്രകടമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. നമുക്കെല്ലാവർക്കും അറിയുന്ന
ഹജ്ജിന്റെ തൽബിയത്തിന്റെ മന്ത്രധ്വനികൾ ഇതാണ്: ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാനിതാ എത്തിയിരിക്കുന്നു, ലബ്ബൈക് നിന്റെ വിളിക്കുത്തരം ചെയ്തിരിക്കുന്നു, ലബ്ബൈക് 3 തവണ ആവർത്തിക്കുകയാണ്. അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കുകയാണ്. 3 തവണ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു എന്നൊരു ഹാജി പ്രഖ്യാപിച്ചതിന് ശേഷം അവൻ ആവർത്തിക്കുന്നു: ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരുമില്ല റബ്ബേ, നീ ഏകനാണ്. ഈ വിളിക്കുത്തരം ചെയ്തതിൽ, ഈ വിളി സ്വീകരിക്കപ്പെട്ടതിൽ ആരുടെ വിളിയാണോ ഞാൻ ഉത്തരം ചെയ്തെത്തിയത് അത് നീ മാത്രമാണ്. നിന്നെ മാത്രം ലക്ഷ്യമാക്കിയാണ്, നിന്റെ വിളിക്ക് മാത്രം ഉത്തരം ചെയ്താണ്. ലാ ശരീക ലക്, നിനക്ക് പങ്കുകാരില്ല. ലബ്ബൈക്, വീണ്ടും ആ മന്ത്രം ആവർത്തിക്കുകയാണ്: നിനക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു റബ്ബേ. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. ശേഷം ഒരു ഹാജി ആവർത്തിക്കുന്നു തൽബിയത്തിലൂടെ: എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അധികാരവും ആധിപത്യവും ലക്, നിനക്കു മാത്രമാണ് റബ്ബേ, നിനക്കു മാത്രമാണ്. ലാ ശരീക ലക്, വീണ്ടും ലാ ശരീക ലക് എന്ന് അവിടെ ആവർത്തിക്കുന്നു. അതിൽ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. സ്നേഹിക്കപ്പെട്ട് ആദരിക്കപ്പെട്ട് പുകഴ്ചകളും സ്തുതിവാചകങ്ങളും പ്രകീർത്തിക്കപ്പെടുവാൻ അർഹത നിനക്കു മാത്രമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ വാചകം ആ മഹത്തായ ഹംദിന്റെ പ്രതിധ്വനികളാണ് നമ്മെ കേൾപ്പിച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ഹംദ് മുഴുവൻ നിനക്കാണ്. സകല അനുഗ്രഹങ്ങളുടെയും ദാതാവ് നിനക്കാണ്. എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നാണ്, എല്ലാം നിന്നിലേക്കാണ്. വൽ മുൽക്ക്, എല്ലാ അധികാരവും ആധിപത്യവും എല്ലാ ഉടമസ്ഥാവകാശവും അല്ലാഹുവേ നിനക്കു മാത്രമാണ്. എല്ലാം നിന്റേതാണ്, എല്ലാം നിനക്കുള്ളതാണ്. ലാ ശരീക ലക്, നിനക്കതിൽ യാതൊരു പങ്കുകാരുമില്ല. സഹോദരങ്ങളെ, തൽബിയത്തിന്റെ വാചകങ്ങളിൽ അത്ഭുതങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കവ പറഞ്ഞു. ലാ ശരീക ലക് എന്ന് 2 തവണ അല്ലാഹുവിന് യാതൊരു പങ്കുകാരുമില്ല, അവന്റെ തൗഹീദിന് കളങ്കം വരുന്ന ഒരു ലവലേശം ലാഞ്ചന പോലും തൽബിയത്തിലില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മഹത്തായ 2 പ്രയോഗങ്ങളാണ് ലാ ശരീക ലക്. അതാദ്യം അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തെത്തിയിരിക്കുന്നു എന്ന് 3 തവണ ആവർത്തിച്ചതിന് ശേഷം ലാ ശരീക ലക് എന്ന് ഹാജി ആവർത്തിച്ചു. രണ്ടാമത് വീണ്ടും അതൊന്നുകൂടി ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിനുള്ള ഹംദും അള്ളാഹുവിനുള്ള മുൽക്കും അള്ളാഹുവിന്റെ നിഅമത്തും അതല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്, അതിന്റെ അധികാരിയും ഉടമസ്ഥനുമെന്ന് ആവർത്തിച്ചതിന് ശേഷം വീണ്ടും ലാ ശരീക ലക് എന്ന് ആവർത്തിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് അരക്കെട്ടുറപ്പിക്കുകയാണ്. ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ അവരുടെ തൽബിയത്തിൽ ഇതുണ്ടായിരുന്നില്ല, ഈ തൗഹീദ് പ്രകടമായിരുന്നില്ല. മറിച്ച് അവർ അതിൽ ശിർക്കിന്റെ വാചകങ്ങൾ കൂട്ടിക്കലർത്തി. നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളുടെ തൽബിയത്ത് കേൾക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു. മുശ്രിക്കുകൾ പറയും: ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളോടായി പറയും: വൈലക്കും ഖദ് ഖദ്, അവിടെ നിർത്തണം, നിങ്ങൾക്ക് നാശം, ഇനി നിങ്ങൾ ബാക്കി പറഞ്ഞേക്കരുത്. എന്താണ് അവർ ബാക്കി പറയാറുണ്ടായിരുന്നത്? ലാ ശരീക ലക് എന്ന് പറയുന്നതിന് പകരം ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്, ഉണ്ട്, നിനക്കൊരു പങ്കാളിയുണ്ട്. എന്താണ് ആ പങ്കാളിയുടെ പ്രത്യേകത? ആ പങ്കാളി ഉടമപ്പെടുത്തുന്നതെല്ലാം നീ ഉടമപ്പെടുത്തുന്നതാണ്, നീ നൽകിയതാണ്, നീ കൊടുത്ത കഴിവാണ്. അതാണ് അവരിൽ നിന്ന് ചോദിക്കുന്നത്. ഇക്കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ഖബറാരാധനയും ദർഗാപൂജയും ആൾ ദൈവങ്ങളെ കൊണ്ടു നടക്കുന്ന സൃഷ്ടിപൂജകരുമായിട്ടുള്ള മുസ്ലിം നാമധാരികളുടെ നാവിൽ നിന്ന് തുളുമ്പുന്ന വാചകം: നമ്മൾ ഔലിയാക്കളോട് തേടുന്നത്, നമ്മൾ അമ്പിയാക്കളോട് തേടുന്നത്, നമ്മൾ ജാറത്തിൽ മറപാടപ്പെട്ട പുണ്യപുരുഷന്മാരോട് തേടുന്നത് അവരുടെ സ്വന്തം കഴിവല്ല, മറിച്ച് അല്ലാഹു കൊടുത്ത കഴിവ്. ആ കഴിവ്, അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവരോട് ചോദിക്കുകയാണ്. സമാന പ്രയോഗം സാക്ഷാൽ മക്കയിലെ മുശ്രിക്കുകൾ ജാഹിലിയത്തിൽ അവരെ തൽബിയത്തിൽ ഉരുവിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. അവർക്കെതിരെ വൈലക്കും, നിങ്ങൾക്ക് നാശമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അവർക്ക് ഹിദായത്തിന് വേണ്ടി അവിടുന്ന് മോഹിച്ചു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തൽബിയത്തിന്റെ വാചകങ്ങൾ തിരുത്തി. ലാ ശരീക ലക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, ലാ ശരീക ലക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അവരെ ഓർമ്മപ്പെടുത്തി. ഇല്ല, അള്ളാഹുവിനൊരു പങ്കാളിയുമില്ല,
അവനോടുള്ള ഇബാദത്തുകളിൽ, അവനോടുള്ള പ്രാർത്ഥനകളിൽ, അവനോടുള്ള സഹായത്തേറ്റങ്ങളിൽ, ബലിയിൽ, അറവിൽ, നേർച്ചകളിൽ, വഴിപാടുകളിൽ ഒന്നിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യാതൊരു പങ്കുകാരനുമില്ല. എല്ലാ ഇബാദത്തിന്റെ ഏതേതംശവും അല്ലാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടത് അവന് മാത്രമാണ്. അവൻ മാത്രമാണ് അതിനർഹൻ. സഹോദരങ്ങളെ, ഹജ്ജിൽ നിന്നുള്ള ഒന്നാമത്തെ പാഠം, പ്രഥമവും പ്രധാനവുമായ പാഠം തൗഹീദിന്റെ സാക്ഷാത്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യുന്ന സകല മുസ്ലിമീങ്ങൾക്കും ഹാജിമാർക്കും തൗഹീദ് കൊണ്ട് സമ്പന്നമായ ഹജ്ജായി, പരിപൂർണമായ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജായി പരിവർത്തിപ്പിക്കാനുള്ള തൗഫീഖ് അവൻ നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, ഹജ്ജിലൂടെ ഒരു മുസ്ലിം സാക്ഷാത്കരിക്കുന്ന രണ്ടാമത്തെ കാര്യം അൽ ഫൗസു ബിറിദല്ലാഹ് വന്നജാതു മിൻ നാരിഹി വൽ ഫൗസു ബിഗ്ഫ്റാനിഹി വറഹ്മതിഹി. അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ടും അവന്റെ പാപമോചനം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും സ്വർഗം കൊണ്ടുമുള്ള വിജയം, അല്ലാഹുവിന്റെ നരകത്തിൽ നിന്നുള്ള രക്ഷ, ഇതാണ് ഹജ്ജിലൂടെ ഓരോ ഹാജിയും സാക്ഷാത്കരിക്കുന്നത്. ഓരോ മുസ്ലിമും ഹജ്ജിന്റെ പാഠമായി മനസ്സിലാക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചല്ലോ, മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. ആരാണോ ഹജ്ജിനെ ബാധിക്കുന്ന മോശത്തരമോ വൃത്തികേടുകളോ ഹറാമുകളോ ചെയ്യാതെ പരിപൂർണമായ അല്ലാഹു ശറഅാക്കിയ രൂപത്തിലുള്ള ഹജ്ജ് ചെയ്തത്, അവൻ ആ ഹജ്ജിൽ നിന്ന് മടങ്ങുന്നത് ഒരുമ്മ പ്രസവിച്ച പാപസുരക്ഷിതനായ ഇന്നു പിറന്നു വീണ കുഞ്ഞിനെ പോലെയാണ്. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വീകാര്യോഗ്യമായ ഹജ്ജ്, അതിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിലേക്ക് വന്നവരുടെ മുൻകാല പാപങ്ങൾ പുറത്തുകളയും. അതുപോലെ തന്നെ ഹിജറ ചെയ്തവരുടെ ഹിജറക്ക് മുമ്പുള്ള തിന്മകൾ മായ്ച്ചു കളയും. വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഹജ്ജ് ചെയ്യുന്നവരുടെ ഹാജിമാർ അവരുടെ മുൻകാല പാപങ്ങൾ ആ ഹജ്ജ് കാരണമായി നിഷ്ഫലമാക്കപ്പെടും. സഹോദരങ്ങളെ, പാപങ്ങൾ നിർവീര്യമാകുന്ന, സ്വർഗം മാത്രം പ്രതിഫലം ലഭിക്കപ്പെടുന്ന, ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതനാകുന്ന, അല്ലാഹുവിന്റെ തൃപ്തിയും സ്വർഗവും അവന്റെ മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന മഹത്തായ സൽക്കർമ്മമാണ് ഹജ്ജ് എന്നത്. അതുകൊണ്ട് ഹജ്ജിന്റെ രണ്ടാമത്തെ സാക്ഷാത്കാരം നരകമോചനമാണ്, സ്വർഗപ്രവേശമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണ്. സ്വർഗാവകാശികൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം, ഏറ്റവും വലിയ സുഖം അല്ലാഹുവിന്റെ തൃപ്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളോട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ചോദിക്കും, യാ അഹ്ലൽ ജന്ന, സ്വർഗാവകാശികളെ എന്ന് അല്ലാഹു സ്വർഗക്കാരെ വിളിക്കും. ചോദിക്കും, ലബ്ബൈക റബ്ബനാ വസഅദൈക. സ്വർഗാവകാശികൾ അല്ലാഹുവിനോട് പറയും, അല്ലാഹു നിന്റെ വിളിക്കുക ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തുഷ്ടരായി നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു. ഹാജിമാർ തൽബിയത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്നുരുവിടുന്നത് പോലെ സ്വർഗാവകാശികൾ അല്ലാഹുവിന്റെ വിളിക്ക് അന്ന് സ്വർഗത്തിൽ ഉത്തരം ചെയ്യും. അല്ലാഹു ചോദിക്കും അതിനുശേഷം, ഹൽ റദീതും, നിങ്ങൾ തൃപ്തരാണോ സ്വർഗാവകാശികളെ, എന്റെ അടിമകളെ നിങ്ങൾ സ്വർഗത്തിൽ തൃപ്തരാണോ? ഫയഖൂലൂൻ, അവർ പറയും, വമാ ലനാ ലാ നർദാ വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്. ഞങ്ങൾ എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കും റബ്ബേ, മുൻപൊരാൾക്കും നൽകാത്ത വിധം നീ ഞങ്ങൾക്ക് സുഖങ്ങൾ നൽകി അനുഗ്രഹിച്ചല്ലോ സ്വർഗത്തിൽ, ഞങ്ങൾ എങ്ങനെ തൃപ്തിയില്ലാത്തവരായിരിക്കും? അല്ലാഹു പറയുമെന്നാണ്, അന ഉഅതീകും അഫ്ളല മിൻ ദാലിക്. നിങ്ങൾ ഈ അനുഭവിക്കുന്ന സ്വർഗീയ സുഖങ്ങളെക്കാൾ സ്വർഗത്തിൽ ലഭിക്കുന്ന മറ്റൊരു ശ്രേഷ്ഠമായ സുഖമുണ്ട്, വലിയ കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അവർ ആകാംക്ഷയോടെ ചോദിക്കും, യാ റബ്ബി വഅയ്യു ശൈഇൻ അഫ്ളലു മിൻ ദാലിക്. ഞങ്ങൾ ഈ അനുഭവിക്കുന്ന സ്വർഗീയാരാമങ്ങൾ, ഇവിടെ ഒഴുകുന്ന നദികൾ, ഇവിടുത്തെ മണിമേടകൾ, ഇവിടുത്തെ കൊട്ടാരങ്ങൾ, ഇവിടെ ഫലവർഗ്ഗങ്ങൾ, ഇവിടുത്തെ മേൽത്തരം ഭക്ഷണ വിഭവങ്ങൾ, ഇവിടുത്തെ തരുണീമണികൾ, സ്വർഗത്തെ സ്ത്രീകൾ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ എന്താണ് ഇനി ഞങ്ങൾക്ക് നീ നൽകാനുള്ളത്? അല്ലാഹു പറയും, ഉഹില്ലു അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദ. എന്റെ തൃപ്തിയാകുന്ന മഹത്തായ അനുഗ്രഹം ഞാനിതാ നിങ്ങൾക്ക് തുറന്നിടുകയാണ്, നിങ്ങൾക്ക് അനുവദിക്കുകയാണ്. ഇതിനുശേഷം ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല. അതേ, സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം അല്ലാഹുവിന്റെ തൃപ്തിയാണ്. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നവരാണ് ഹാജിമാർ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിൽ സ്വർഗാവകാശികൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ചോദിക്കുമെന്ന് പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഹൽ തസ്തഹൂന ശൈഅൻ ഫഅസീദുകും, നിങ്ങൾക്ക് എന്തെങ്കിലും അധികമായി നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗാവകാശികൾ പറയും, റബ്ബനാ വമാ ഫൗക മാ അഅതൈതനാ, ഞങ്ങൾക്കിത് ഇപ്പോൾ നീ നൽകിയതിനേക്കാൾ കൂടുതലായി ഇനി എന്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണ്, എന്ത് ഞങ്ങൾ ആഗ്രഹിക്കാനാണ്, ഇതിനേക്കാൾ കൂടുതലായി ഞങ്ങൾക്ക് എന്ത് ലഭിക്കാനാണ്? അല്ലാഹു പറയും, റിദ്വാനി അക്ബർ, എന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. അക്ബറു മിനൽ ജന്നതി വമാ ഫീഹാ, പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, സ്വർഗത്തിൽ ലഭിക്കുന്ന മറ്റേത് സുഖങ്ങളെക്കാൾ ഏറ്റവും വലിയ സുഖം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ സൂറത്തു ആൽ ഇംറാനിൽ പറഞ്ഞത്, വറിദ്വാനും മിനല്ലാഹി അക്ബർ. സ്വർഗീയ സുഖങ്ങൾ അല്ലാഹു വിശേഷിപ്പിക്കവേ പറഞ്ഞു, അതിനേക്കാളെല്ലാം അക്ബർ, വലിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണ്. അല്ലാഹു അക്ബർ, അവൻ വലിയവനാണ്, അവന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. വറിദ്വാനുല്ലാഹി അക്ബർ. ഇതാവർത്തിച്ചുരുവിടേണ്ടുന്ന നാളുകളാണ് സഹോദരങ്ങളെ ദുൽഹിജ്ജയിലെ നമ്മൾ കടന്നുപോകുന്ന ഈ ദിനങ്ങൾ. മഹത്തായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഹാജിമാരും ഈ ദിക്റുകൾ ആവർത്തിച്ചുരുവിടുന്നു. ഇതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ കാര്യം, ഹജ്ജിലൂടെ സാക്ഷാത്കരിക്കേണ്ടുന്ന മൂന്നാമത്തെ പാഠം അല്ലാഹുവിനോടുള്ള തഖ്വയാണ്. തഖ്വല്ലാഹി ജല്ല വഅല. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി സൂറത്തുൽ ബഖറയിലൂടെ, സൂറത്തുൽ ബഖറയുടെ 196-ാമത്തെ ആയത്ത് മുതൽ ഹജ്ജിനെ കുറിച്ച് പരാമർശിക്കുകയാണ്. ആ ഓരോ ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ കുറിച്ച് ഓർമ്മിപ്പിക്കവേ ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയ അവന്റെ മഹത്തായ വസിയത്താണ് തഖ്വ. വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഹജ്ജിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി സൂചിപ്പിച്ച സൂറത്തുൽ ബഖറയിൽ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അരുതായ്മകൾ ചെയ്തുകൂടാ. 197-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ പരലോകത്തേക്കുള്ള പാതയം ഒരുക്കണം. പരലോകത്തേക്കുള്ള ഉത്തമമായ പാതയം അത് തഖ്വയാണ്. അല്ലാഹു ഹറാമാക്കിയത് ഒഴിവാക്കലാണ്, അവൻ വാജിബാക്കിയത് നിർബന്ധമായും പ്രവർത്തിക്കലാണ്. വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ, ചിന്തിക്കുന്നവരെ, നിങ്ങൾ എന്നെ സൂക്ഷിക്കുവിൻ, തഖ്വ ചെയ്യുവിൻ എന്ന് അല്ലാഹു ആവർത്തിക്കുന്നു. സൂറത്തുൽ ഹജ്ജ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഹജ്ജ് എന്ന് പേര് ചെയ്ത സൂറത്തുൽ ഹജ്ജ്, ആ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തഖ്വയെ കുറിച്ച് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ഹജ്ജിലുടനീളം അല്ലാഹുവിന്റെ ദീനിന്റെ ശറഇന്റെ ചിഹ്നങ്ങൾ ആദരിക്കുകയാണ്. ആരാണോ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നത്? അല്ലാഹു പറയുന്നു, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അത് ഹൃദയത്തിലെ തഖ്വയുടെ അടയാളമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ, അവന്റെ ദീനിന്റെ സൽക്കർമ്മങ്ങൾ, അവന്റെ ദീനിന്റെ വേഷങ്ങൾ, അവന്റെ ദീനിന്റെ ചേലുകൾ, നടപടിക്രമങ്ങൾ, അലങ്കാരങ്ങൾ ഇതൊരാൾക്ക് ഭംഗിയുള്ളതായി ആദരിക്കപ്പെടേണ്ടതായി തോന്നുന്നില്ലെങ്കിൽ ഉദുഹിയത്, അല്ലാഹുവിന്റെ ദീനിന്റെ മഹത്തായ ചിഹ്നമാണ്. ഹജ്ജ് അതിന്റെ വിളംബരമാണ്. ഇതൊന്നും ശ്രേഷ്ഠകരമായി ആദരിക്കപ്പെടേണ്ടതായി പാവനമായ ഒരാൾക്ക് തോന്നുന്നില്ലെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ തഖ്വയാണ് നഷ്ടം സംഭവിച്ചത്. ഹൃദയത്തിൽ തഖ്വയുള്ളവർക്ക് അതെല്ലാം ശ്രേഷ്ഠവും പരിഭാവനവുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയെപ്പറ്റി, ഉളിഹത്തിന്റെ മാംസത്തിനെ പറ്റി പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. ബലിയെറുക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് രക്തം ചിന്തലോ ബലിമൃഗത്തിന്റെ മാംസം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അത് അവനിലേക്ക് എത്തിക്കലോ അല്ല, മറിച്ച് അല്ലാഹുവിലേക്ക് അതിന്റെ മാംസമോ രക്തമോ എത്തുന്നില്ല. അവനത് ആവശ്യമില്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും. അത് ചെയ്യാൻ, ആ ബലിമൃഗത്തിന്റെ രക്തമൊഴുക്കാൻ, അതിന്റെ മാംസം ഭക്ഷ്യയോഗ്യമായ രൂപത്തിൽ അതിനറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ആ മഹത്തായ അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നം നടപ്പിലാക്കാൻ നമ്മെ പ്രേരിപ്പിച്ച തഖ്വ എന്താണോ അതാണ് അല്ലാഹുവിന് ആവശ്യം. അതാണ് അല്ലാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഹജ്ജിന്റെ മൂന്നാമത്തെ പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള തഖ്വ അത് പരിരക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക എന്നതാണ്. ഹറാമുകൾ ഒഴിവാക്കുക, വാജിബുകൾ നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ചേർത്ത് വെക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയായിരിക്കവേ ഒരു സാധാരണക്കാരനായ ഭരണീയൻ, ഒരു മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിനെ മുൻനിർത്തി ഉപദേശിക്കുകയാണ്. യാ ഉമർ ഇത്തഖില്ലാ. ഓ ഉമർ, നിങ്ങൾ അല്ലാഹുവിനെ ഞങ്ങളുടെ വിഷയത്തിൽ സൂക്ഷിക്കണേ.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു, ലാ ഖൈറ ഫീകും ഇല്ലം തഖൂലുഹാ വലാ ഖൈറ ഫീനാ ഇദാ ലം നഖ്ബിൽഹാ. ഇതാ ഈ വാചകമുണ്ടല്ലോ, താങ്കൾ എന്നെ ഉപദേശിച്ച അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ തഖ്വ മുൻനിർത്തി ഉപദേശിച്ച ഈ വസിയത്ത്, ഇത് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ യാതൊരു നന്മയുമില്ല. അല്ലാഹുവിനെ പേടിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അവൻ ഹറാമാക്കിയത് ഒഴിവാക്കണേ, അവൻ നിർബന്ധമാക്കിയത് പ്രവർത്തിക്കണേ എന്ന് മനുഷ്യരെ നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളിൽ ഒരു നന്മയുമില്ല. വലാ ഖൈറ ഫീനാ ഇദാ ലം നഖ്ബിൽഹാ. ഇനി അത് പറയപ്പെട്ടു കഴിഞ്ഞാൽ, അത് കേൾക്കപ്പെട്ടു കഴിഞ്ഞാൽ കേട്ടവർ അത് സ്വീകരിച്ചില്ലെങ്കിൽ കേട്ടവരിലും യാതൊരു നന്മയുമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. നോക്കൂ, നിങ്ങൾ പരസ്പരം പറയാൻ, ഉണർത്താൻ, ഉപദേശിക്കാൻ, വസിയത്തായി കൈമാറാൻ, അന്ത്യ സന്ദേശമായി മക്കൾക്ക് പകുത്തു നൽകാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും മഹത്തായ വാചകമാണ് ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. തഖ്വല്ലാഹി ജല്ല വഅല. ഇതാണ് ഹജ്ജിന്റെ മഹത്തായ മൂന്നാമത്തെ പാഠം. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇഖാമത്തു ദിക്രില്ലാഹി ജല്ല വഅല, അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്തുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലെ സകല ഇബാദത്തുകളും, നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സകാത്താകട്ടെ, ഹജ്ജാകട്ടെ, എല്ലാം അല്ലാഹുവിന്റെ സ്മരണകൾ നിലനിർത്താനാണ്. അല്ലാഹുവിനെ ഓർക്കാൻ, അവനെ ഭയന്ന് ജീവിക്കാൻ, മരണം വരെ അവന്റെ ദീൻ മുറുകെ പിടിച്ച് അവനെ ഓർത്ത് ജീവിക്കാൻ, സ്വർഗം മോഹിച്ച് പണിയെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ്. അതല്ലാതെ കേവലം യാന്ത്രികമായ പ്രകടനങ്ങളോ, ഹജ്ജ് ചെയ്ത് ഹജ്ജ് പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിലെത്തി വാലായി തൂങ്ങുന്ന ഹാജി പട്ടമോ, അതല്ല നമ്മുടെ ഇബാദത്തുകളുടെയും സൽക്കർമ്മങ്ങളുടെയും പിന്നിലുള്ള ലക്ഷ്യം. അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്താൻ, മുമ്പത്തെക്കാളെല്ലാം ആ ഇബാദത്തുകൾ അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാൻ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അക്സറഹും ലില്ലാഹി ദിക്റ, ഏറ്റവും നന്നായി അല്ലാഹുവിനെ ദിക്ർ ചെയ്ത് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ചെയ്ത നിസ്കാരം. ഏറ്റവും നല്ല നോമ്പ്, ഏറ്റവും നല്ല സ്വതക്ക, സകാത്ത്, ഏറ്റവും നല്ല ജിഹാദ്. ചോദ്യം ആവർത്തിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, അല്ലാഹുവിനെ ഏറ്റവും അധികം സ്മരിച്ചത്. ഏറ്റവും നല്ല ഹജ്ജ് ഏതാണ്? നബിയോട് വീണ്ടും ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു, അക്സറുഹും ലില്ലാഹി ദിക്റ, ഏറ്റവും അധികം അല്ലാഹുവിനെ സ്മരിച്ച ഹജ്ജ്. അതുകൊണ്ട് സഹോദര മുസ്ലിമേ, നിന്റെ നിസ്കാരത്തിൽ നീ ഏറ്റവും അധികം അല്ലാഹുവിനെ ഓർത്തിട്ടില്ലെങ്കിൽ നിന്റെ നിസ്കാരം പാഴാണ്. നിന്റെ നിസ്കാരത്തിൽ കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും നിന്റെ നിസ്കാരം ദിനരാത്രങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോകും തോറും കൂടുതലായി നീ അല്ലാഹുവിനെ സ്മരിക്കുന്നില്ല എങ്കിൽ, അവനെ ഓർക്കുന്നില്ല എങ്കിൽ നിന്റെ നിസ്കാരം പാഴാണ്. അതുകൊണ്ട് എല്ലാ ഇബാദത്തുകളുടെയും ലക്ഷ്യം അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അവനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഇന്നമാ ജുഇല തവാഫു ബിൽ ബൈത്ത്, കഅബയിൽ പോയി ഹജ്ജ് ചെയ്യുമ്പോൾ മഹത്തായ കഅബയെ തവാഫ് ചെയ്യലും, വബി സഫ വൽ മർവ, സഫയുടെയും മർവയുടെയും ഇടയിൽ സഅയ് നടത്തലും, വറമ്യുൽ ജിമാർ, ജംറകളിൽ ഏറ് നടത്തലും എല്ലാം ലിഇഖാമത്തി ദിക്രില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ ദിക്ർ, അവനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്താനാണ്. അത് നാവ് കൊണ്ട് കേവലം അതര വ്യായാമമായി ലബ്ബൈക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തൽബിയത്തിന്റെ വാചകങ്ങളോ തക്ബീറിന്റെ ധ്വനികളോ നാവിൽ മാത്രം അറിഞ്ഞ് അർത്ഥമറിയാതെ അതിന്റെ ആഴത്തിൽ ചിന്തിക്കാതെ എന്താണ് അതിന്റെ താല്പര്യമെന്ന് റബ്ബിനെ തെല്ലും ഓർമ്മയില്ലാതെ നടപ്പിലാക്കേണ്ടുന്ന മൗനമായി വായയിൽ ചെയ്യുന്ന അതര വ്യായാമമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിനെ, അവന്റെ സ്മരണയെ നിലനിർത്തുന്ന വാചികമായ ദിക്റുകളായി അത് പരിവർത്തിപ്പിക്കപ്പെടണം. അതുകൊണ്ട് ഇബാദത്തുകളുടെ, പ്രത്യേകിച്ച് ഹജ്ജിന്റെ സകല റുക്നുകളും സകല കർമ്മങ്ങളും സകല ചലനങ്ങളും അല്ലാഹുവിന്റെ ദിക്ർ നിലനിർത്താനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് ഹാജിമാർക്കും നാം ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അഞ്ചാമത്തെ കാര്യം, ഹജ്ജിന്റെ സന്ദേശമാകുന്ന പാഠമാകുന്ന അഞ്ചാമത്തെ കാര്യം തഖ്വിയത്തുൽ ഈമാൻ, നമ്മുടെ ഈമാനിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഈമാൻ, നഷ്ടപ്പെട്ട ഈമാൻ അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഹജ്ജ് ചെയ്യുന്ന ഓരോ ഹാജിയും അതിന്റെ അനുഭൂതി, അതിന്റെ ആത്മീയതലം ഹജ്ജിന്റെ ഓരോ രംഗങ്ങളിലും ഓരോ ചലനങ്ങളിലും അനുഭവിക്കുന്നതാണ്. ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ, ഇരുമ്പിനെ നശിപ്പിച്ച തുരുമ്പുണ്ടല്ലോ, അത് ഇരുമ്പിൽ നിന്ന് മാറി അകലുന്നത് പോലെ പാപങ്ങളിൽ നിന്ന് സംശുദ്ധനായി സ്വർഗം മാത്രം പ്രതീക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞകാല ജീവിതത്തിലുള്ള പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ് അവൻ പാപ സുരക്ഷിതനായി വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നത്
ഈമാനിന്റെ നവോന്മേഷമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഹദീസുകളിൽ ഹജ്ജ് ചെയ്യുന്നവർക്കുള്ള പ്രതിഫലമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെ, ഈമാൻ പരിവർത്തിപ്പിക്കപ്പെട്ട് ഈമാൻ ശക്തമാക്കപ്പെട്ട നിലയിൽ ഹാജിമാർ തിരിച്ചു വരുന്നു. സഹോദരങ്ങളെ, ഇത് ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ അതോർക്കണം. ഹജ്ജ് എന്ന മഹത്തായ കർമ്മത്തിലേക്ക് എത്തിച്ചേരാൻ അവർ ആഗ്രഹിക്കണം. ചീത്തയായവൻ നല്ലവനായി, നല്ലവനായവൻ ഏറ്റവും നല്ലവനായി, മുഹ്സിനായവൻ ആ മുഹ്സിനിന്റെ ഏറ്റവും പദവിയിലേക്ക് ഉയർന്ന് ഏറ്റവും ഉന്നതമായ പദവികളിൽ സഞ്ചരിച്ച് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങി കീഴൊതുങ്ങി അവനിൽ ഭയപ്പെട്ട് അവനിൽ പ്രതീക്ഷയർപ്പിച്ച് അവന് മാത്രം വഴങ്ങി അവന് മുമ്പിൽ മാത്രം വിനയാന്വിതനായി അവന്റെ അടിമയായി അടിമത്വം കാഴ്ചവെച്ച് അവൻ തിരിച്ചു വരികയാണ്. പറയുകയാണെങ്കിൽ ധാരാളം ഈ വിഷയത്തിൽ പറയാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉത്തരം ചെയ്യുന്ന, ചോദിച്ചാൽ നൽകപ്പെടുന്ന, ദുആ ചെയ്താൽ ഉടനടി നൽകപ്പെടുന്ന മഹത്തായ ഈമാനിന്റെ ഉന്നത സോപാനങ്ങളിൽ വിഹരിച്ചിട്ടാണ് ഹജ്ജാജിമാർ അറഫയിലും ഹജ്ജിന്റെ ഓരോ മശാഇറുകളിലും അവർ സഞ്ചരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ കേൾപ്പിക്കാം. അൽ ഹുജ്ജാജ് വൽ ഉമ്മാർ വഫ്ദുല്ലാഹ്. അല്ലാഹു പറയാണ്, ഹാജിമാർ, ഉംറ നിർവഹിക്കുന്നവർ അല്ലാഹുവിന്റെ സംഘങ്ങളാണ്. അല്ലാഹുവിന്റെ സംഘങ്ങൾ, അല്ലാഹുവിന്റെ അതിഥികൾ. ദഅാഹും ഫഅജാബു. അല്ലാഹു അവരെ ക്ഷണിച്ചു, അവരെ വിളിച്ചു ഹജ്ജ് ചെയ്യാൻ. അവർ ഉത്തരം ചെയ്തു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഞങ്ങൾ എത്തിയിരിക്കുന്ന റബ്ബേ. അവർ അല്ലാഹുവിന് ഉത്തരം ചെയ്തു. വസഅലു, ഇനി അവർ അല്ലാഹുവിനോട് ചോദിക്കും. അല്ലാഹു വിളിച്ചു, അവരെത്തി, ഉത്തരം ചെയ്തു. ഇനി അല്ലാഹുവിനോട് അവർ ഉത്തരം ചോദിക്കും. അല്ലാഹുവിനോട് അവർ ചോദിക്കും. ഫഅതാഹും, അല്ലാഹു അവർക്ക് നൽകുന്നതാണ്. ഏതാണ് ഈ തലം? ഏതാണ് ഈ അവസ്ഥ? ഈമാനിന്റെ സുശക്തമായ ബലിഷ്ഠമായ അവസ്ഥ. ഇത് ഹജ്ജ് ഹാജിമാരിലൂടെ നമുക്ക് പാഠമായി നൽകുന്ന സന്ദേശമാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ പ്രത്യേകതകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് അറഫ ദിവസം എന്നുള്ളത്. ദുൽഹിജ്ജ 9 അറഫ ദിവസം. ഈ അറഫ ദിവസം ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ, അവർ പ്രാർത്ഥന നിരതരാകുമ്പോൾ, അവരെല്ലാം വെടിഞ്ഞ് അല്ലാഹുവിലേക്ക് മാത്രം മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മൾ നോമ്പെടുക്കേണ്ടവരാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. അറഫ ദിവസത്തിലെ നോമ്പ് മുൻകഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാവുന്ന, പ്രതിഫലം മോഹിക്കാവുന്ന നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ വിശദീകരിക്കവേ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ കാണാം, മുഹറം 10 നോമ്പ് അത് കഴിഞ്ഞ ഒരു വർഷത്തെ തിന്മകൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. അതിനു മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകം പറഞ്ഞത്, അറഫ ദിവസത്തിലെ നോമ്പ് മുൻപത്തെ ഒരു വർഷവും ശേഷമുള്ള ഒരു വർഷവും പൊറുക്കപ്പെടും. എന്തുകൊണ്ടാണ് ആശൂറയുടെ മുഹറം 10 നോമ്പിനേക്കാൾ അറഫ നോമ്പ് ശ്രേഷ്ഠകരമായത്? അതൊരു വർഷമാണെങ്കിൽ ഇത് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് അതിന്റെ രഹസ്യം? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ആശൂറ നോമ്പ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെയും സംഘത്തിന്റെയും കരാളഹസ്തങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷിച്ച, ഇസ്ലാമിന് വിജയം സമ്മാനിച്ച ആ സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ള നോമ്പാണ്. അതിന് നന്ദി പ്രകടനമായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് അനുഷ്ഠിച്ച നോമ്പിന്റെ പാരമ്പര്യമുണ്ട് അതിനു പിന്നിൽ. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചേർക്കപ്പെടുന്നു. എന്നാൽ അറഫ നോമ്പ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടുന്നു. മറ്റു അമ്പിയാക്കളെക്കാൾ, മുർസലീങ്ങളെക്കാൾ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ശ്രേഷ്ഠതയാണ് മറ്റു നോമ്പുകളെക്കാൾ അറഫ ദിവസത്തിലെ നോമ്പിനുള്ള ശ്രേഷ്ഠത.
എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വർഷത്തിൽ അനുഷ്ഠിക്കുന്ന സുന്നത്ത് നോമ്പുകളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ സുന്നത്ത് നോമ്പ് അറഫ ദിവസത്തിലെ നോമ്പാണെന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ ഈ അടുത്ത കാലത്ത് ജീവിച്ചു മരിച്ചുപോയ ഷെയ്ഖ് അബ്ദുള്ള അൽ ബസ്സാം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, പണ്ഡിതന്മാരുടെ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളുടെ ഇജ്മാഉന്റെ ഏകാഭിപ്രായമുണ്ട്, സുന്നത്ത് നോമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പ് അറഫ ദിവസത്തിൽ നോമ്പാണ് എന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബുറൂജിൽ സത്യം ചെയ്തു പറഞ്ഞ ദിവസമാണ് അറഫ ദിവസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞല്ലോ സൂറത്തു അൽ ബുറൂജിലൂടെ, വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സൂറത്തു അൽ ബുറൂജിലൂടെ സത്യം ചെയ്തു പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ, അതിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം അത് ഖിയാമത്ത് നാളാണെന്നും, സാക്ഷിയാകുന്ന ദിവസം ഇതാ ഇന്നത്തെ ജുമുഅ ദിവസം, ഓരോ ജുമുഅ ദിവസവും നമ്മുടെ അമലുകൾക്ക് സാക്ഷിയാകുന്ന ദിവസമാണ്. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ജുമുഅ ദിവസത്തിൽ നമ്മുടെ അമലുകൾക്ക് മലക്കുകൾ സാക്ഷിയാകുകയും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യണമെങ്കിൽ ഖത്തീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് മസ്ജിദിൽ കേൾവിക്കാർ മറ്റുള്ളവർ കയറണം. പലപ്പോഴും പലരും ആവർത്തിച്ച് ഈ മിമ്പറിൽ ഞാൻ ആദ്യം കയറിയത് മുതൽ ഈ വെള്ളിയാഴ്ച വരെ ആവർത്തിക്കപ്പെടുന്ന അലസമായ അശ്രദ്ധമായ വൈകൽ പലരിലും ബോധപൂർവമല്ലെങ്കിലും പല കാരണങ്ങൾ ഉണ്ടായേക്കാം കാണുന്നു, ആവർത്തിക്കപ്പെടുന്നു. സഹോദരങ്ങളെ, നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായി ആഴ്ചയിലെ ഈദായി നിശ്ചയിച്ച ഈ ദിവസത്തിൽ മഹത്തായ ദിവസമാണ്. ഇന്നിനതിന് കനം കൂടും, ഇന്നത്തെ വെള്ളിയാഴ്ചക്ക് അതിന് പോലീശ കൂടും. ഇന്ന് ദുൽഹിജ്ജയിലെ ഭൂമിയിലെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ, റമളാനിൽ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠമായ പകലിലെ വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ചയിലെ ഈ പകലിന്റെ പോരിശ മനസ്സിലാക്കാതെ നമ്മൾ വൈകിവെത്തിയതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തൗബ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖത്തീബ് മിമ്പറിൽ എത്തുന്നതിന് മുമ്പ് ജുമുഅക്ക് കേൾവിക്കാർ എത്തണം. എങ്കിലാണ് ഈ പറഞ്ഞ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കുള്ളൂ, ഈ ദിവസം നമുക്ക് സാക്ഷിയാകുകയുള്ളൂ, മലക്കുകൾ നമുക്ക് അനുകൂലമായി അല്ലാഹുവിലേക്ക് രേഖ ഉയർത്തുകയുള്ളൂ. ഇത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഈ ദിവസത്തെ വെള്ളിയാഴ്ച ദിവസത്തെ ദുൽഹിജ്ജ 10 വെള്ളിയാഴ്ച ദിവസത്തിന് ശ്രേഷ്ഠതയും പോരിശയും കൂടുമെന്ന് ആവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സാക്ഷിയാകുന്ന ദിവസം എന്ന് പറഞ്ഞത് ജുമുഅ ദിവസമാണ്. മശ്ഹൂദ് സാക്ഷിയാക്കപ്പെടുന്ന കാര്യം ദിവസം എന്ന് പറഞ്ഞത് അത് അറഫ ദിവസമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ബഹുഭൂരിപക്ഷം ഉലമാക്കളും, ഈ ആയത്തിനെ വിശദീകരിച്ച് തഫ്സീർ ചെയ്ത ബഹുഭൂരിപക്ഷം ഉലമാക്കളും ഈ അഭിപ്രായക്കാരാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഇതിന് ഇമാം തുർമിദി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിന്റെ പിൻബലവുമുണ്ട്. യൗമുൽ മൗഊദ് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ, ഷാഹിദ് എന്ന് പറഞ്ഞാൽ ജുമുഅ ദിവസം, മശ്ഹൂദ് എന്ന് പറഞ്ഞാൽ അറഫ ദിവസം. അതുകൊണ്ട് അറഫ ദിവസത്തിലെ നോമ്പ് നമ്മൾ മറന്നുകൂടാ. ഒരു വർഷത്തെ മുൻകഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപമോചനം അല്ലാഹുവിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ ദിവസം നോമ്പനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചില വാചകങ്ങൾ കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്തവർക്ക്, ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർ അല്ലാഹുവിന്റെ പരിശുദ്ധ ഭൂമിയിൽ ആ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ മനസ്സുകൊണ്ട് അതിനോട് പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന സകല മുസ്ലിമീങ്ങൾക്കും സാന്ത്വനമായി, ഇനി ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാമെന്ന പ്രതീക്ഷ അസ്തമിച്ചവർക്ക് ആശ്വാസമായി, കുളിരായി, സമാധാനമായി ചില പറഞ്ഞ മനോഹരമായ വാചകങ്ങൾ. മല്ലം യസ്തതി അൽ വുഖൂഫ ബിഅറഫ ഫൽയഖിഫ് ഇൻദ ഹുദൂദില്ലാഹി അല്ലദി അറഫ. ആരാണോ അറഫയിൽ നിൽക്കാൻ സാധിക്കാതെ പോയവർ, മഹത്തായ അറഫയിൽ സംഗമിക്കാൻ സാധിക്കാതെ പോയവർ ആരാണോ അവർ അല്ലാഹുവിന്റെ നീ അറിഞ്ഞ അതിർവരമ്പുകളിൽ നിൽക്കുക. അല്ലാഹുവിന്റെ അവൻ പഠിച്ചു മനസ്സിലാക്കിയ ദീനിന്റെ അതിർവരമ്പുകളിൽ നിന്നുകൊള്ളട്ടെ. വമല്ലം യസ്തതി അൽ മബീത ബിമുസ്ദലിഫ ഫൽയബിത് അലാ ത്വാഅത്തില്ലാഹി ലിയുഖർരിബഹു വയുസ്ലിഫ. ആരാണോ മുസ്ദലിഫയിൽ രാപ്പാർക്കാൻ സാധിക്കാതെ പോയത് അവർ അല്ലാഹുവിനെ വഴിപ്പെട്ട് അവനനുസരിച്ച് അവനിലേക്ക് അടുത്ത് അവനോട് ബന്ധം സ്ഥാപിച്ച് രാത്രിയിൽ രാപ്പാർക്കട്ടെ. വമല്ലം യഖ്ദിർ അലാ ദബ്ഹി ഹദീഹി ബിമിന ഫൽയദ്ഹബ് ഹവാഹു ലിയബ്ലുഗ ബിഹിൽ മുന. ആരാണോ മിനയിൽ
അള്ളാഹുവിന് വേണ്ടി നിശ്ചയിച്ച ഹദിയായ ബലിമൃഗത്തെ അറുക്കാൻ സാധിക്കാത്തത് അവർ അവരുടെ ദേഹേച്ഛകളെ ബലിയറുത്ത് അള്ളാഹുവിലേക്ക് മോഹം നീട്ടിവെച്ച് സ്വർഗത്തിന് അഭിലാഷമായി സ്വീകരിക്കട്ടെ. ومن لم يستطع الوصول للبيت لأنه بعيد فليقصد رب البيت فإنه أقرب من حبل الوريد. ആരാണോ അള്ളാഹുവിന്റെ ബൈത്തിൽ കഅബയിൽ മഹത്തായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യാൻ സാധിക്കാതെ പോയത്, അത് വിദൂരമാണ്, അത് യാത്ര ഒരുപാട് ക്ലേശം സഹിക്കേണ്ടുന്ന സാമ്പത്തിക ചിലവുള്ള ആ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട പ്രയാസകരമായ കാര്യമാണ് എന്നതിനാൽ ഭൗതിക കാര്യകാരണങ്ങൾ ആരാണോ കഅബയിൽ നിന്ന് ഒരാളെ അകറ്റിയത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്, തന്റെ കണ്ടനാടിയേക്കാൾ അടുത്ത റബ്ബിലേക്ക് അവന്റെ ഭവനങ്ങളിൽ ഒഴുകിയെത്തി അവനെ ലക്ഷ്യമാക്കി കഅബയുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്ന് അദ്ദേഹം പറയുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.